ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കായി നടപ്പാക്കുന്ന മിഠായി പദ്ധതിക്ക് കീഴിൽ ഉപയോഗിക്കുന്ന മരുന്ന് മാറ്റിയത് കുട്ടികളെയും രക്ഷിതാക്കളെയും വലയ്ക്കുന്നു. പുതിയ മരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയത് മുതൽ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് ക്രമാതീതമായി കൂടുകയും കുറയുകയും ചെയ്യുന്നുവെന്നാണ് പരാതി. മെയിനായിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയണ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിപ്പോൾ കാരണം പെട്ടെന്നൊരു മരുന്നിൻ്റെ ചേഞ്ച് നമുക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരുന്ന് ചേഞ്ച് ആയപ്പോൾ അതേപോലെ ഷുഗറൊക്കെ കുറയാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഷുഗർ കൂടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കറക്ഷൻ ഡോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ 1 യൂണിറ്റ് 2 യൂണിറ്റ് ഒക്കെ നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പോഴേക്കും അത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇൻസുലിനായിരുന്നു, ഫാസ്റ്റ് ആക്ടിങ് ഇൻസുലിനായിരുന്നു വെച്ചെങ്കിൽ പെട്ടെന്ന് നമുക്കത് കൺട്രോളായി പോകുമായിരുന്നു. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് താഴെ വരും. രാത്രി വെക്കണം ഇൻസുലിൻ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങുന്ന ബെഡ് ടൈമിൽ നമ്മൾ ഉറങ്ങുന്ന ടൈമിലാകുമ്പോൾ നമുക്കത് അറിയില്ല. ചിലപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഷുഗർ കുറയാനും അതേപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഫീസൊക്കെ വരലുണ്ട്. ടൈപ്പ് 1 പ്രമേഹത്തോട് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് ശരൺ അടക്കമുള്ളവർ നടത്തുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാം താളം തെറ്റും. എന്നാൽ ഇൻസുലിൻ കൃത്യമായി എടുത്താൽ ഇവർക്ക് സാധാരണ ജീവിതം സാധ്യമാണ് താനും. ഇപ്പോൾ ഗവൺമെൻറ് വളരെ സപ്പോർട്ടീവാണ്. അവരിപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവരറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ ചിട്ടയോടുകൂടിയുള്ള ഭക്ഷണക്രമവും ഇൻസുലിൻ കൃത്യസമയത്തും നല്ലപോലെ ഗ്ലൂക്കോസ് നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് സാധാരണ രോഗികളെ പോലെ സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കാവുന്ന സന്ദേശം കൊടുക്കാനാണ് ഞാൻ. അതെ, അവർ സാധാരണ ജനങ്ങളെ പോലെ തന്നെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണം സർക്കാരിന്റെ മിഠായി പദ്ധതിയാണ് ടൈപ്പ് 1 പ്രമേഹബാധിതർക്ക് കൈത്താങ്ങാകുന്നത്. 2018 2 ലക്ഷം രൂപയിൽ കവിയാത്ത വാർഷിക വരുമാനമുള്ള രക്ഷിതാക്കളുടെ കുട്ടികളെ ഉൾപ്പെടുത്തി ഈ പദ്ധതി തുടങ്ങിയത്. നിലവിൽ 2000 കുട്ടികൾ പദ്ധതിക്ക് കീഴിലുണ്ട്. ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യമുള്ളത്ര ഇൻസുലിൻ സൗജന്യമായി നൽകിയിരുന്നെങ്കിൽ ഇപ്പോഴത് നിശ്ചിത അളവിൽ മാത്രമാണ് കൊടുക്കുന്നത്. ശരീരത്തിലെ ഷുഗർ നിശ്ചിത അളവിൽ നിലനിർത്താൻ നൽകുന്ന ബേസലോപ്പ്, ഭക്ഷണത്തിന് മുൻപ് നൽകുന്ന ഫിയാസ്പ് എന്നീ ഇൻസുലിനുകളാണ് നേരത്തെ കൊടുത്തിരുന്നത്. 6 മാസം മുൻപ് ഫിയാസ്പിന് പകരം മറ്റൊരു മരുന്ന് നൽകി തുടങ്ങി. ഇതോടെയാണ് ബുദ്ധിമുട്ടും ആരംഭിച്ചത്. ആദ്യം നമുക്ക് സർക്കാർ 2018 മിഠായി എന്ന പദ്ധതി രൂപീകരിക്കുമ്പോൾ നല്ല ഫാസ്റ്റ് ആക്ടിങ് ഇൻസുലിനാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് അത് കുറച്ചും കൂടെ ലോങ് ആക്ടിങ് ഉള്ള ഇൻസുലിൻ തരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിൻ്റെ കണക്കിൽപ്പെടാതെ എത്രയോ കുട്ടികൾ പുറത്തുണ്ട്. ഇപ്പോൾ നിലവിൽ മിഠായി അപ്രൂവൽ പോലും നടക്കുന്നില്ല. മാസം ഒരു 10-20,000 രൂപയോളം ഏകദേശം ചികിത്സ ചെലവ് വരുന്ന ഇത് പല കുട്ടികൾക്കും എല്ലാം 90% കൂലിപ്പണിയെടുക്കുന്ന കുടുംബങ്ങളെ അതാണ് സർക്കാർ മിഠായി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്നും ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത രീതിയിൽ. അപ്പോൾ അതിനൊക്കെ സർക്കാർ ഒരു പരിഗണന നൽകണം. സാമ്പത്തിക പ്രതിസന്ധിയാണ് മരുന്ന് മാറ്റാൻ കാരണമെന്നാണ് അനൌദ്യോഗിക വിശദീകരണം. 3.8 കോടി രൂപയാണ് മിഠായി പദ്ധതിക്കായി മാറ്റിവെക്കുന്നത്. ഫിയാസ്പിനേക്കാൾ വില കുറഞ്ഞ മരുന്നാണ് ഇപ്പോൾ നൽകുന്നത്. പദ്ധതി തുടങ്ങിയ കാലത്ത് സഹായം ലഭിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. വർഷം തോറും കുട്ടികളുടെ എണ്ണം കൂടിയെങ്കിലും അതിന് ആനുപാതികമായി ഫണ്ട് വർദ്ധിപ്പിക്കാത്തതാണ് പ്രതിസന്ധികൾക്ക് കാരണം. ന്യൂസ് 18 മലപ്പുറം. CV അനുമോദ് തന്നെ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, എന്ത് കാരണത്തിനാണ് ഈ മരുന്ന് മാറ്റിയത്? ഈ മരുന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത്? ഭവ്യ, ടൈപ്പ് 1 പ്രമേഹ ബാധിതർക്ക് ജീവിതാവസാനം വരെ ഈ ഇൻസുലിൻ ഉപയോഗിക്കേണ്ട സാഹചര്യമാണുള്ളത്. അത് ഏത് പ്രായത്തിലുള്ളവർക്കും വരാം. 6 മാസം പ്രായമുള്ളവർക്ക് മുതൽ ഈ ഒരു അസുഖത്തിന് ഈ ഒരു സാഹചര്യത്തിന് സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഇൻസുലിൻ്റെ ചിലവ് എന്നുള്ളത് ഒരു മാസം 20,000-30,000 ഒക്കെ സാധാരണഗതിയിൽ വരും. മുൻപ് ഈ മിഠായി പദ്ധതിയിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമായിരുന്നു, 1000-ൽ താഴെ കുട്ടികൾ മാത്രമായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് കൂടിയ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഷോർട്ട് ആക്റ്റീവായിട്ടുള്ള ഇൻസുലിൻ നൽകാൻ കഴിയുമായിരുന്നു. അതിൻ്റെ വില അവർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പദ്ധതിയിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെടുത്തി. പക്ഷേ ഇതിനനുവദിക്കുന്ന പണം അത് ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഫണ്ട് കൂടുതൽ ലഭിക്കാതെ ഈ നേരത്തെ നൽകിയിരുന്ന ഇൻസുലിൻ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. കാരണം മുൻപ് 2-3 തവണ ഇൻസുലിൻ ഉപയോഗിച്ചാൽ മതിയായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇൻസുലിൻ്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ട സാഹചര്യം, അതുപോലെ തന്നെ മരുന്ന് കൂടുതൽ ഉപയോഗിക്കേണ്ട സാഹചര്യം, ഇതൊക്കെ തന്നെ വരികയാണ്. ഇതൊക്കെ ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ബാധ്യതകൾ ഉണ്ടാകുന്നു. 10,000 രൂപ 20,000 രൂപയൊക്കെ ഓരോ മാസവും ഈ മരുന്നിന് വേണ്ടി ഇൻസുലിന് വേണ്ടി മാത്രം
ഈ കുടുംബങ്ങൾ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. സർക്കാർ കൂടുതൽ ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. കാരണം എല്ലാ വർഷവും ഇതേ ഒരു പ്രശ്നം വരുമ്പോൾ കുറച്ച് ഫണ്ട് അനുവദിക്കുന്നതായുള്ള പ്രഖ്യാപനം വരും, പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും തന്നെ നീങ്ങുന്നില്ല. അതാണ് ഈ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികളുടെ രക്ഷിതാക്കൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഇവിടെ കൂടുതൽ ഫണ്ട് ഈ മിഠായി പദ്ധതിയിലേക്ക് നീക്കി വെച്ചാൽ മാത്രമേ ഇപ്പോൾ 2000-ലധികം കുട്ടികളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇനിയും ഒട്ടേറെ കുട്ടികൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് നിൽക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് സഹായമാകുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഇവിടെ ഫണ്ടിൻ്റെ അപര്യാപ്തത മരുന്നിൻ്റെ നിലവാരത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് നേരിട്ട് ഇതിൽ രക്ഷിതാക്കൾ നേരിടുന്ന പ്രശ്നം. അവർ കയ്യിൽ നിന്ന് മുമ്പ് സർക്കാരിൻ്റെ സഹായം കൊണ്ട് മാത്രം ഈ ഇൻസുലിൻ വാങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നിശ്ചിത അളവിലുള്ള മരുന്നുകൾ മാത്രമാണ് സർക്കാർ നൽകുന്നത്. അതിനപ്പുറം വരുമ്പോൾ സ്വന്തമായിട്ട് വാങ്ങേണ്ട അവസ്ഥ. അതോടൊപ്പം തന്നെ ഈ മരുന്നിൻ്റെ നിലവാരത്തെ ബാധിച്ചത്, അതായത് ഷോർട്ട് ആക്ഷൻ വരാൻ ലോങ് ആക്ഷൻ ഇൻസുലിൻ നൽകുമ്പോൾ അത് ഈ കുട്ടികളുടെ ശരീരത്തിൽ ഇതിൻ്റെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. സ്കൂളുകളിൽ പോകുന്നവരും ഒക്കെ തന്നെ ഇടയ്ക്കിടെ ഇൻസുലിൻ അളവ് ഷുഗറിൻ്റെ അളവ് പരിശോധിക്കേണ്ട സാഹചര്യം, ഇൻസുലിൻ കുത്തിവെക്കുന്നതിൻ്റെ അളവ് കൂട്ടേണ്ട സാഹചര്യം, അങ്ങനെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലർക്ക് ശരീരം മെലിയുന്ന അവസ്ഥ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അങ്ങനെ പല തലങ്ങളിലായിട്ട് ഈ ഒരു പ്രശ്നം വ്യാപിച്ച് കിടക്കുകയാണ്. ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സർക്കാർ കൂടുതൽ ഫണ്ട് ഈ മിഠായി പദ്ധതിയിലേക്ക് നീക്കിവെക്കുക. അതോടൊപ്പം തന്നെ മുൻപ് നൽകിയിരുന്നത് പോലെ ഒരു കുട്ടിക്ക് എത്ര ഇൻസുലിനാണോ ഒരു മാസം വേണ്ടത് അത് പണ്ട് നൽകിയിരുന്ന അതേ മരുന്ന് തന്നെ നൽകുക എന്നീ 2 കാര്യങ്ങളാണ് ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടത്. പക്ഷേ ഈ സാമ്പത്തികമായിട്ട് വലിയ ചെലവ് വരുന്ന സാഹചര്യത്തിൽ സർക്കാർ എത്രമാത്രം ഇതിന് തയ്യാറാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സി വി അനുമോദാണ് വിശദ വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം.